ഹലോ, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നാലാമത്തെ ഗെയിമിൻ്റെ റിസൾട്ടാണിത്. ആ റിസൾട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലാരൊക്കെ അയച്ചിട്ടുണ്ട്? 5 പേരെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ 5 പേര്. ഫസ്റ്റ് ഞാനാണ് അയച്ചിട്ടുള്ളത്. പിന്നെ സാംബ്ലോഗ്, ഷബ്ന, ഫർഹാന, അമീന, AK. ഇങ്ങനെ 5 പേരാണ് അയച്ചിട്ടുള്ളത്. അതൊരു ചാനലുകളുണ്ട്. ഇവിടെ ചാനലുകൾ കാണാമല്ലോ. ഒരു ചാനലിലെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ പിന്നെ മെക്സിക്കോ സിറ്റി, അയർലൻഡ്, ഇറ്റലി, അൾജീരിയ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ റിസൾട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വിൻ ചെയ്തത് വിൻ എന്നടിച്ചത് ഒരു ആളാണ്. 2 പേര് പരാജയം നടിച്ചിട്ടുണ്ട്, 2 പേര് സമനില നടിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് 5ാമത്തെ സെക്ഷൻ നീക്കം എത്ര മൂവ് കൊണ്ടാണെന്നുള്ളതാണ്. 9, 9, 9, 7, 9 ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് കൊടുത്തത് 3 പേരും 9, 9 എന്നാണ്. ഫസ്റ്റ് കൊടുത്തത് 9 ആണ്. 2ാമത്തെ ആൾ മാത്രമാണ് 7 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് കാര്യം ചെയ്യാനുള്ളത് എത്ര വീഡിയോ നോക്കിയിട്ടുള്ളതാണ്. ഇതിവിടെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കിനി ആ ഗെയിമിലേക്കൊന്ന് പോകാം. കറക്റ്റ് എങ്ങനെയാണ് ആ ഗെയിം ഉണ്ടായി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വന്ന രാജ്യങ്ങളും മറ്റൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഒറിജിനൽ കളിയുടെ ഭാഗം. നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വെള്ളക്കാർക്കാണ് നീക്കം. പിന്നെ ഞാൻ ഒരു നീക്കം നീക്കിയിട്ടുണ്ട്. പിന്നെ വീണ്ടും നീക്കി. അങ്ങനെ 2ാമത്തെ നീക്കമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. പിന്നെ 3ാമത്തെ നീക്കമാണ് ഞാൻ നീക്കിയിട്ടുള്ളത്. ഇപ്പോൾ 4 നീക്കമായിട്ടുണ്ട് എൻ്റേത്. ഇപ്പോൾ 5 നീക്കമായിട്ടുണ്ട്. ഇപ്പോൾ 6 നീക്കമായിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ നീക്കം ഞാൻ നീക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിലാരും കണ്ടല്ലോ. ഇനി അടുത്തൊരു നീക്കം കൂടി ചെയ്യാണ്. ഓക്കെ, വീണ്ടും ഇപ്പോൾ 8ാമത്തെ നീക്കമാണ് ഇപ്പം നീക്കിയിട്ടുള്ളത്. ഇപ്പോൾ 9ാമത്തെ നീക്കമായിട്ടുണ്ട്. പക്ഷെ 9ാമത്തെ നീക്കം നടത്തിയതിന് ശേഷം അവർ 10ാമത്തെ നീക്കം നീക്കിയെങ്കിലും ഞാൻ 9 നീക്കിയിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ എൻ്റെ രാജാവിൻ്റെ അടുത്ത്. എൻ്റെ രാജാവ് കറുപ്പാണല്ലോ. താഴത്തെ ലൈനിൽ കാണാമല്ലോ നിങ്ങൾക്ക്. ഒരു ചുവപ്പ് ഒരു ഫ്ലാഗ് ഇവിടെ കാണാം. ചുവപ്പ് ഫ്ലാഗ് വന്നാൽ അത് തോൽവിയുടേതാണ്. ഗ്രീൻ കിരീടം കണ്ടെങ്കിൽ അത് വിജയമാണ്. അപ്പോൾ വിജയിച്ചിട്ടുള്ളത് ഗ്രീൻ രാജാവ്, വെള്ള രാജാവ്. അവിടെ ഒരു ഗ്രീൻ കിരീടം കാണാം, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അവരുടെ നേരെ എൻ്റെ രാജാവിന് നേരെ ഓപ്പോസിറ്റ് രാജാവ് മേലെയാണ്. ഏറ്റവും മുകളിലായിട്ട് ആ വരിയിൽ ഒരു ഗ്രീൻ കളറിലൊരു കിരീടത്തിൻ്റെ ചിഹ്നം കാണാം. അപ്പോൾ അവരാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ വിജയിക്കാൻ കാരണം കളി തീർന്നിട്ടൊന്നുമില്ല. ആകെ ഞാൻ കളിച്ച സെക്കൻഡുകൾ ഇവിടെ കാണാം. 8:58 എന്നാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ 1 മിനിറ്റും 2 സെക്കൻഡുമാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. എനിക്ക് 8:58 സെക്കൻഡ് വരെ ബാക്കിയുണ്ട്. അവർക്കാണെങ്കിൽ 8 മിനിറ്റ് ബാക്കിയുണ്ട്. മനസ്സിലായല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ആ കളിയിൽ നിന്ന് പിൻവാങ്ങി. ആ പിൻവാങ്ങിയതിൻ്റെ കാരണത്താൽ പിൻവാങ്ങുമ്പോൾ എന്താകും? നമ്മൾ അതിൽ ഓടിപ്പോകുമ്പോൾ കളി തോൽക്കും. നമ്മൾ ഇടയിൽ വെച്ച് പോവുകയാണെങ്കിൽ കളി തോറ്റതായിട്ടാണ് കണക്കാക്കുക. മനസ്സിലായി? അവർ പോവുകയാണെങ്കിൽ അവർ തോൽക്കും. അങ്ങനെയാണ്. അവരിടയിൽ വെച്ച് പോവുകയാണെങ്കിൽ അവർ തോൽക്കും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇടയിൽ വെച്ച് എന്താക്കി? കളി ഉപേക്ഷിച്ചു പോയതാണ്. അതിൻ്റെ കാരണത്താൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഇവിടെ അവരാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചു എന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. സമനില എന്ന് എഴുതി തെറ്റാണ്. ഇവിടെ നോ വിൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് ഏത് രാജ്യക്കാരനാണെന്ന് ഇവിടെ അതിലൊന്ന് ക്ലിക്ക് അടിച്ച് നോക്കാം. ആ ഫ്ലാഗിലൊന്ന് ക്ലിക്ക് അടിച്ച് നോക്കാം. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് അൾജീരിയ എന്നിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, അവിടെ ക്ലിക്ക് അടിക്കുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അതിൻ്റെ ബാക്കി ഭാഗമാണ് മറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഗ്രീൻ കളറിലുള്ള ഫ്ലാഗ് കാണുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ ഇവിടെ പോയിൻ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ 3 ശരിയാവാത്തത് കൊണ്ട് 1ഉം 2ഉം ശരിയായവരുണ്ടാകും. അതായത് നീക്കം കറക്റ്റ് ആണെങ്കിൽ 9 നീക്കമാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 9 എഴുതിയവർക്ക് 1 പോയിൻ്റ് കിട്ടും. അതുപോലെ പരാജയം ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കും പോയിൻ്റ് നമുക്കൊന്ന് നോക്കാം. റിസൾട്ട് ഒന്നും കൂടി
അവിടെ നമുക്ക് എഴുതിയതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുകയാണ് 4ാമത്തെ സെക്ഷൻ കാണാൻ റിസൾട്ട് എന്ന് എഴുതിയെടുത്ത് പിന്നെ ആദ്യം വന്നത് താഴെയാണ് കേട്ടോ, സോറി മോൾ നിന്നാണ്. നോ വിന്ന് കൊടുത്തിട്ടുണ്ട്. അതാരാണ്? അത് എൻ്റെ പേരാണ്. അപ്പോൾ എൻ്റേത് നോക്കണ്ട. അതിൻ്റെ താഴെ വിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈ എന്നാണ്, പിന്നെ കൊടുത്തിട്ടുള്ളത് നോ വിൻ. അത് കറക്റ്റാണ്. നോ വിൻ എഴുതിയത് അത് 5ാമത്തെ ആളാണ്, ലാസ്റ്റ് അമീന എന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് നോ വിൻ എന്ന് എഴുതിയത് കൊണ്ട് അവർക്കൊരു പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൂവ് എത്ര എന്ന് ചോദിച്ചതിന് അതിന് കറക്റ്റ് ആൻസറാണ് വന്നിട്ടുള്ളത് 9 എന്നുള്ളത്. അപ്പോൾ 2 പോയിൻ്റാണ് അമീന എന്ന് ഉള്ളവർക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ 9 എന്ന് പറഞ്ഞവർക്കൊക്കെ 2 പേരുണ്ട്, അവർക്ക് 1 പോയിൻ്റ് വീതം കിട്ടും. ഓക്കെ, ഇപ്പോൾ പോയിൻ്റ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആക്കും പോസ്റ്റിൽ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് മുന്നിലെത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ കളിയിലും ഏറ്റവും മുന്നിലെത്തിയിട്ടുള്ളത് അമീന എന്ന് പറയുന്ന പുതിയതായിട്ട് വന്ന ഒരാളാണ്. അവരുടെ ചാനൽ നമുക്കറിയാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അമി വ്ളോഗ് ടിപ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.